യൂട്യൂബിലേക്ക് സ്വാഗതം. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുനമ്പത്ത ഭൂമി. അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് സംബന്ധിച്ച തർക്കങ്ങൾ ഇപ്പോൾ ഏറെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു വ്യക്തി ഇന്ന് നമുക്കൊരു ഇന്റർവ്യൂ തന്നിട്ടുണ്ട്. എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ആദ്യമായിട്ട് അവർ ഈ വിഷയത്തെക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്റർവ്യൂ അനുവദിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ ഭൂമി സിദ്ധിക്കപ്പെട്ട മഹാരാജാവിൽ നിന്നും ലഭിക്കപ്പെട്ട സത്താർ സേട്ട് ഹാജി എന്ന് പറയുന്ന വ്യക്തിയുടെ ചെറുമകളാണ്. ഇവർ ഇപ്പോൾ എറണാകുളത്തുണ്ട്. എറണാകുളം ചിറ്റൂർ റോഡിൽ താമസിക്കുകയാണ്. ഇവർ ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്ന് നമ്മളോട് പറയുകയാണ്. അക്കമിട്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇതെല്ലാം പറയുന്നത്. ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ളത് അവരുടെ തന്നെ നിഗമനത്തിൽ നമുക്ക് കേൾക്കുന്നത് ഉചിതമായിരിക്കും. ഈ ഭൂമി ഫറൂഖ് കോളേജിന് വഖഫ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ സിദ്ദീഖ് സേട്ട് എന്ന വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണെന്നും ഇവർ നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. ഇതിനകത്ത് നടന്നിട്ടുള്ള എല്ലാ നീക്കുപോക്കുകളുടെയും ഉള്ളറകൾ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇത്. 2 ഭാഗമായിട്ടാണ് ഈ ഇന്റർവ്യൂ അവതരിപ്പിക്കുന്നത്. ആദ്യ ഭാഗം ഇന്ന് നിങ്ങൾ കേൾക്കുക. അടുത്ത ദിവസം 2ാം ഭാഗവും ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ആരും മിസ്സാക്കരുത്, ഷെയർ ചെയ്യണം. കാരണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വസ്തുത ഇവർ നമ്മുടെ മുമ്പിൽ ഈ അഭിമുഖത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. അഭിമുഖത്തിലേക്ക് പോകാം. മഠം ഷംഷാദ് ഹുസൈൻ സേട്ട് എന്നാണ് പേരെന്ന് എനിക്കറിയാം. നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്ന വിഷയം മുനമ്പം വിഷയവുമാണ്. വളരെ സജീവമായി ഈ വിഷയത്തിൽ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് അബ്ദുൽ സത്താർ സേട്ട് ഹാജിയാണ്. അദ്ദേഹം നമ്മൾ കേരളത്തിൽ എത്തിയത്, കേരളീയനല്ല എന്നെനിക്കറിയാം, കേരളത്തിൽ എത്തിയത് മുതലുള്ള ഒരു ചെറിയ മുഖപുര ഒന്ന് പറഞ്ഞാൽ മാഡം അദ്ദേഹത്തിന്റെ ആരാണ്, അദ്ദേഹം ഇപ്പോ ഏത് കാലഘട്ടത്തിൽ കേരളത്തിൽ എത്തി എന്നുള്ള വിഷയം ഒന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം മുനമ്പം വിഷയം. ഞാൻ അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ചെറുമകളാണ്. പുപ്പയാണ് അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ട്. പുള്ളി അദ്ദേഹം ഉള്ളത് 1875 ആണ്ടിൽ ഗുജറാത്തിൽ നിന്നിട്ട് ബിസിനസ്സിന് വേണ്ടി കൊച്ചി മട്ടാഞ്ചേരിയിൽ വന്നതാണ്. അതിനുശേഷമാണ് എറണാകുളത്തേക്കൊക്കെ താമസമാക്കിയത്. അദ്ദേഹം ഉള്ളത് ഒരു യൂസഫലിനെ പോലെയായിരുന്നു, ഒരു ബിസിനസ്സുകാരനായിരുന്നു. അതായത് ഇപ്പോഴുള്ള യൂസഫ് അലി സാറ് ഒരു ബിസിനസ്സുകാരനായിരുന്നില്ല, അതുപോലെയായിരുന്നു എൻ്റെ ഉപ്പാപ്പയായ അബ്ദുൽ സത്താർ ഹാജി മൂസ. അതായത് ആ കാലഘട്ടങ്ങളിലെ മഹാരാജാക്കന്മാരായിട്ടും ഒക്കെ വലിയ അടുപ്പമായിരുന്നു. ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും തൃപ്പൂണിത്തുറ മഹാരാജാക്കന്മാരായിട്ടൊക്കെ എൻ്റെ ഉപ്പാപ്പായ അബ്ദുൽ സത്താർ ഹാജി മൂസാക്ക് വളരെ ഭയങ്കരമായ അടുപ്പമുണ്ടെന്ന് എൻ്റെ വാപ്പയായ മുഹമ്മദ് ഹുസൈൻ സേട്ട് പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ഞങ്ങൾ പലതവണ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പാടെ കാലത്ത് ഞങ്ങൾ പോയിട്ടുമുണ്ട്. ഞങ്ങൾ ഇവിടെ താമസമാക്കിയിട്ട് എറണാകുളം പുല്ലേപ്പടിയിൽ ചിറ്റൂർ റോഡിൽ താമസമാക്കിയിട്ട് 101 വർഷമായി. ഞങ്ങൾ വാപ്പാടെ പിൻഗാമിയായിട്ടാണ്, വാപ്പാടെ മക്കളായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതായത് അബ്ദുൽ സത്താർ ഹാജി മൂസാൻ്റെ ചെറുമക്കളാണ് ഞങ്ങൾ. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് മുനമ്പം കോളേജുമായി ബന്ധപ്പെട്ടതാണ്. വഖഫ് ഭൂമി അബ്ദുൽ സത്താർ സേട്ട് ഹാജി യുടെ കൈവശത്ത് നിന്നും അത് മുനമ്പത്തിലേക്ക് എത്തി എന്നുള്ളതാണ് നമുക്ക് അറിയുന്ന ഒരു യാഥാർത്ഥ്യം. പക്ഷെ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഹാജിക്ക് ഈ ഭൂമി മഹാരാജാവ് കൊടുത്തത്? ആ വിഷയത്തെ കുറിച്ച് മാഡത്തിന് അറിയുന്ന വിവരങ്ങൾ ഒന്ന് ചുരുക്കി വളരെ. അതായത് ഞാൻ സത്യാവസ്ഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുൽ സത്താർ ഹാജി മൂസാക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടച്ചീട്ട് പ്രകാരം കൃഷി ചെയ്യാൻ അദ്ദേഹം കൊടുത്തതാണ്. ഇത് 100% ഞാൻ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നു. ഇത് ശരിക്കുള്ള വാക്കുകളാണ്. തിരുവിതാംകൂർ മഹാരാജാവ് കൊടുത്തതാണ് പാട്ടത്തിന്. ഈ പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ
അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിലായിരുന്നു ഈ പാട്ടച്ചീട്ടുണ്ടായിരുന്നത്. ഈ പാട്ടച്ചീട്ടുണ്ടായിരുന്ന ഭൂമി അതായത് എൻ്റെ പേരക്കുട്ടിയായ മൂസ അബ്ദുൽ കരീം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അബ്ദുൽ സത്താർ ഹാജി മൂസ ഇരിക്കെ അബ്ദുൽ കരീം വാപ്പാടെ കാലത്ത് തന്നെ മരിച്ചുപോയി. അബ്ദുൽ കരീമിൻ്റെ മകനായ മൂസ അബ്ദുൽ കരീമിൻ്റെ പേരിൽ ഈ ഭൂമി ഉണ്ടായിരുന്നു എന്നാണ് ഈ ഭാഗാധാരത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഈ ഭാഗാധാരത്തിൽ എഴുതി വെക്കുമ്പോൾ ഈ ഭാഗാധാരം ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറൂർ അഞ്ചിക്കൈമൾ ഡിസ്ട്രിക്ട് കോടതിയിൽ ഒരു കേസ് വന്നു. അതായത് മൂസ അബ്ദുൽ കരീമിന് സ്വത്തുക്കളുണ്ട്. അത് സഹോദരികളായ ജുംബുബായിയും പിന്നെ വേറെ സ്ത്രീകളുമുണ്ട്, സഹോദരിമാർ. ആ സ്ത്രീകൾക്കും അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് 2-3 സ്ത്രീകൾക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഈ 4 പേരും കൂടി കേസ് ഫയൽ ചെയ്തു. കേസ് ഫയൽ ചെയ്തപ്പോൾ കോടതി വിധിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂസാക്ക് ഒരു മകളെ ഉള്ളൂ, ആമിന. അത് മെയ്നറാണ്. അപ്പോൾ ആ മെയ്നറിന് വേണ്ടി കെയർടേക്കറായിട്ട് ഒരു ഇസ്മായിൽ സേട്ടുവിനെയാണ് വെച്ചത്. ഇസ്മായിൽ സേട്ട് മരണമടഞ്ഞപ്പോൾ ആ സ്ഥാനം സിദ്ദീഖ് സേട്ടുവാണ് ഈ ആമിനയ്ക്ക് വേണ്ടി കെയർടേക്കറായത്. ഈ ഭാഗാധാരം എൻ്റെ കൈവശമുണ്ട്. ഈ ഭാഗാധാരത്തിൽ എഴുതിയിരിക്കുന്നത് അഞ്ചിക്കൈമൾ ഡിസ്ട്രിക്ട് കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിലേതെല്ലാം ഭൂമികളാണ് ആ കേസിൽ ഉൾപ്പെടുത്തിയെന്നുള്ള വിവരം ഈ ഭാഗാധാരത്തിൽ കാണിച്ചിട്ടില്ല. ഭാഗാധാരം വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഭാഗാധാരത്തിൽ മൂസ അബ്ദുൽ കരീമിന് കുറേ ഭൂമികൾ വന്നെങ്കിലും ആ കൂട്ടത്തിൽ ഈ മുനമ്പത്തിൻ്റെ സ്ഥലം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പാട്ടച്ചീട്ടായിട്ട് എൻ്റെ ഉപ്പാപ്പായായ അബ്ദുൽ സത്താറിനെ ഹാജി മൂസാക്ക് കിട്ടിയ ഈ പാട്ടച്ചീട്ടിൻ്റെ ഭൂമി ഈ ഭാഗാധാരത്തിൽ എങ്ങനെ പെട്ടു? അതിനേക്കാൾ മുമ്പ് ഇത് ആരുടെ കൈവശമായിരുന്നോ? ഈ മരിച്ചുപോയ മൂസായുടെ കൈവശമായിരുന്നോ എന്നുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഭാഗാധാരത്തിലുള്ള ഈ മൂസായുടെ സഹോദരികൾ വെളിപ്പെടുത്തിയിട്ടില്ല. ആയതുകൊണ്ട് ഈ പാട്ടച്ചിട്ട് കിട്ടിയ ഭൂമി ഇവർ എന്ത് ചെയ്തു? അതിനുശേഷം ഇത് സിദ്ദീഖ് സേട്ടുവിൻ്റെ കൈവശത്തിൽ ജുംബുബായി കൊടുത്തു. അങ്ങനെയാണ് ഈ ഭാഗാധാരം ചെയ്തതിന് ശേഷം ഒരു തീറാധാരം വന്നത്. ഈ ഭാഗാധാരം ചെയ്തത് 1946 ആ ഭാഗാധാരത്തിൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ട്. ഇതാണ് എൻ്റെ ഭാഗാധാരം. 1946 ഭാഗാധാരം. ഈ ഭാഗാധാരത്തിൽ ഒരു ഭാഗത്തും ഈ ഭൂമി കോടതിയിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോടതിയിൽ ഇന്ന ഭൂമികളാണെന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ വിവരം ഒന്നും തന്നെ ഈ പത്രത്തിലില്ല, ഭാഗപത്രത്തിലില്ല. ഈ 4 പേർക്കും കൂടി മറ്റുള്ള സ്വത്തുക്കളുടെ കൂടെ ഈ മുൻപത്തെ സ്ഥലം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. 1923 അബ്ദുൽ സത്താർ ഹാജി മൂസ ജീവനോടെ ഇരിക്കുമ്പോൾ അബ്ദുൽ സത്താർ ഹാജി മൂസ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ട്രസ്റ്റിൽ ഈ മുൻപത്തെ സ്ഥലം ഉൾപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് ശ്രദ്ധിച്ച് ജനങ്ങൾ മനസ്സിലാക്കണ കാര്യമാണ്. അതാണ് ഈ അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ഈ വിൽപത്രത്തിൽ അബ്ദുൽ സത്താർ ഹാജി മൂസ 1923 ജീവനോടെ ഇരുന്നിട്ട് ഒരു വിൽപത്രം ഉണ്ടാക്കുമ്പോൾ ഈ മുൻപത്തെ സ്ഥലം അദ്ദേഹത്തിൻ്റെ കയ്യിൽ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമിയുണ്ട് 404. അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയില്ല, വന്നിട്ടില്ല. ഈ വന്നിട്ടില്ലാത്ത എന്താണ്? ഇത് ഒരു പാട്ടച്ചീട്ട് മുഖാന്തരമായ ഒരു വസ്തുവായത് കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റിലേക്ക് അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല.
അതൊരു വാടക കെട്ടിടം നമ്മൾ ഒരിക്കലും ഒരു സ്വന്തം എന്ന രീതിയിൽ ഉൾപ്പെടുത്തില്ല. അതുപോലെ അദ്ദേഹം ഉൾപ്പെടുത്തിയില്ല. ഈ സ്ത്രീ അതായത് ജുംബുബായിയും മറ്റുള്ള സഹോദരിമാരും കൂടി ചെയ്ത ഭാഗപത്രത്തിലാണ് ഈ മുനമ്പത്തെ സ്ഥലം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് തന്നെ കൃത്രിമമാണ്. അതായത് അബ്ദുൽ സത്താർ സേഠ് ഹാജി വെച്ച എഴുതി പിടിപ്പിക്കപ്പെട്ട ഈ ബിൽപത്രത്തിൽ വരാത്ത ഭൂമി പിന്നീട് സഹോദരിമാരെന്ന് പറഞ്ഞ നുമ്പുൽ പായി ഉൾപ്പെടെ ഉൾപ്പെടുത്തി. പിന്നീട് എന്താണ് അതിനുശേഷം ഫറൂഖ് കോളേജിലേക്ക് ഇത് എത്തുന്നത്? അതായത് ആമിനായെ നോക്കാൻ വേണ്ടി ഒരു കെയർ ടേക്കറായ സിദ്ദീഖ് സേട്ടു ഉണ്ടായിരുന്നു. സിദ്ദീഖ് സേട്ടു ഞങ്ങളുടെ കുടുംബത്തിലെ മകനോ മരുമകനോ, ഈ സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന ആളാണല്ലോ ഇപ്പോൾ മുനമ്പത്തിന് ഇത് കൊടുത്തു എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഉള്ളത് അബ്ദുൽ സത്താർ ഹാജി മൂസയായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അബ്ദുൽ സത്താർ സേഠ് എന്ന് പറയുന്ന ശരിക്കും ഈ പാട്ടച്ചീട്ട് മഹാരാജാവിൽ നിന്നും കിട്ടിയ വ്യക്തിയുമായി ഒരു ബന്ധവുമില്ല. അതാണ് കോടതി ശരിക്കും പരിശോധന നടത്തേണ്ടത്. അദ്ദേഹമാണ് ഈ കോളേജിന് ഈ ഭൂമി കൊടുത്തത്. അതെ, അദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധവും അതായത് അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ കുടുംബമോ ഈ സ്ത്രീകളായിട്ടുള്ള ബന്ധമോ ഒന്നും തന്നെ ഇല്ല. അതായത് ജുംബുബായി ആയിട്ടോ മറ്റുള്ള സഹോദരിമാരായിട്ടോ ഒരു ബന്ധവുമില്ല. അവരുടെ ഭർത്താക്കന്മാരുമായിട്ടുമില്ല. സിദ്ദീഖ് സേട്ടു വഖഫ് ചെയ്ത ആധാരത്തിൽ അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ഒരു കാര്യം തന്നെ ഇതിൽ പറയുന്നില്ല. 1950 ബില്ലിൽ വഖഫ് ആധാരത്തിൽ പറയുന്നില്ല. അദ്ദേഹം സിദ്ദീഖ് സേട്ട് പറയുന്നത് എന്താണ്? ജുംബുബായിൽ നിന്നിട്ടാണ് ഞാൻ തീർ വാങ്ങിച്ചേക്കുന്നത്. പക്ഷേ ഈ ജുംബുബായിയുടെ അതായത് അബ്ദുൽ സത്താർ ഹാജി മൂസായുടെ മകനായ അബ്ദുൽ കരീമിന്റെ മകളാണ് ജുംബുബായി. സിദ്ദീഖ് സേട്ടു അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ മകനോ മരുമകനോ അനന്തരവനോ അല്ലെങ്കിൽ കുടുംബക്കാരനോ ആരുമല്ല. അങ്ങനെയുള്ള ഒരാളാണ് ഈ ചതി എൻ്റെ ഉപ്പാപ്പയായ അബ്ദുൽ സത്താർ ഹാജി മൂസാനോടും ഈ ഗവൺമെന്റിനോടും ചെയ്തേക്കുന്നത്. അതായത് ജുംബുബായിയുടെ ഒരു തീറാധാരം 1947-8 അവസാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സാക്ഷിയായിട്ട് നിൽക്കുന്നതും സിദ്ദീഖ് സേട്ടും. ജുംബുബായിയുടെ ആധാരത്തിൽ ഏജൻറ്റും ആയിട്ടാണ് ആ തീറാധാരം നടത്തിയിട്ടുള്ളത്. ഈ ഏജൻ്റ് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഏജൻ്റാണ് ഈ തീറാധാരം ഒപ്പിട്ടിട്ടുള്ളത്. അവസാനത്തെ പേജ് മാത്രമാണ് ജുംബുബായി ഒപ്പിട്ടേക്കുന്നത്. ഏജൻ്റ് ആരാണ്? എൻ്റെ വാപ്പാടെ സഹോദരനായ മുഹമ്മദ് കാസം സേട്ടാണ് ഒപ്പിട്ടേക്കുന്നത്. ഈ തീറാധാരത്തിൽ 5500 രൂപ ബ്രിട്ടീഷ് എമൗണ്ട് വെച്ചിട്ടാണ് അന്ന് തീറാധാരം ചെയ്യുന്നത്. അപ്പോൾ സിദ്ദീഖ് സേട്ടിൻ്റെ പേരിലേക്ക് ഈ ആധാരം ഈ മുനമ്പത്തെ സ്ഥലം ചെയ്യാൻ വേണ്ടി സിദ്ദീഖ് സേട്ടു ഭാഗാധാരം ചെയ്യുമ്പോഴും സിദ്ദീഖ് സേട്ടു കെയർടേക്കറായിരുന്നു 1946. സിദ്ദീഖ് സേട്ടിൻ്റെ ഒരൊറ്റ ലക്ഷ്യം എന്തായിരുന്നു? ഈ മുനമ്പത്തെ സ്ഥലം എങ്ങനെയെങ്കിലും സിദ്ദീഖ് സേട്ടിൻ്റെ പേരിൽ അടിച്ചു മാറ്റണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അയാളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നതും അയാൾ ആ കേസിൽ കെയർടേക്കറായിട്ട് വന്നതും അഞ്ചിക്കൈമൽ ഡിസ്ട്രിക്ട് കോടതിയിൽ. അതുകൂടാതെ ഈ ഭാഗാധാരത്തിലും അയാളുടെ പേര് വന്നതും തീറാധാരത്തിൽ വന്നതും അയാൾക്ക് ആ ഭൂമിയിലേക്ക് ശരിക്ക് കണ്ണുണ്ടായിരുന്നു. അതായത് അബ്ദുൽ സത്താർ ഹാജി മൂസാക്ക് കിട്ടിയ പാട്ടച്ചീട്ട് പ്രകാരം കിട്ടിയ ഭൂമി രാജാവിൻ്റെ മുതലാണ്. അത് ശരിക്കും സർക്കാരിലേക്ക് രാജാവിൻ്റെ കാലങ്ങൾ കഴിഞ്ഞാൽ ഭരണങ്ങൾ കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിലേക്ക് പോകേണ്ടതാണ്. അത്
എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിലേക്ക് ഗവൺമെൻറ് ആകണേക്കാൾ മുമ്പ് അത് എൻ്റെ കൈവശമാവണം എന്നുള്ള ഒരു ലക്ഷ്യമാണ് ആ സിദ്ദീഖ് സേട്ട് എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഈ ഫറൂഖ് കോളേജിൽ ഇത് കൊടുക്കാൻ എന്തായിരിക്കും അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ സ്വത്തുക്കൾ ഒരിക്കലും വഖഫ് ചെയ്യാൻ അധികാരം പാടില്ല. അയാൾക്ക് ജീവിക്കാൻ, അയാൾക്ക് ഭക്ഷണം തിന്നണം, ഉടുപ്പ് വാങ്ങിക്കണം, പിന്നെ വാഹനം, അയാൾക്ക് 3-4 കാറുകളുണ്ട്, അയാൾക്ക് സ്വന്തമായി ഉള്ള ചെലവുകൾ നടത്തണം. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന ശരീഅത്ത് പ്രകാരം 1/3 ഭാഗമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. ഇയാൾ അതായത് ഈ പ്രോപ്പർട്ടി മുഴുവനും 404 ഏക്കർ ഭൂമി ഇങ്ങനെ 1 ലക്ഷം രൂപ വില നിശ്ചയിച്ചിട്ട് ഇങ്ങനെ വഖഫ് ആധാരം ചെയ്തു 1950. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഭാഗാധാരത്തിൽ ജുംബുബായിക്ക് കിട്ടിയ ഈ മുൻപത്തെ സ്ഥലത്തിൻ്റെ പട്ടയ നമ്പർ 2023 ജുംബുബായിയുടെ തീറാധാരത്തിൽ സിദ്ദീഖ് സേട്ടിന് കിട്ടിയത് 2028. ആ നമ്പറുകളൊന്നും ഈ 1950 വഖഫ് ആധാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ കാണിച്ചേക്കുന്നത് 875 നമ്പർ ആധാരം ജുംബുബായിൽ നിന്നിട്ട് കിട്ടി. അതിൽ 56 നമ്പർ പട്ടയം എന്നാണ് പറയണത്. അപ്പോൾ ആ നമ്പറുകൾ എന്താണ് കാണിക്കാതെ ഒരു 56 മാത്രം കാണിച്ചു വെച്ചത്? അതുമല്ല, അദ്ദേഹം കാണിക്കണമായിരുന്ന രേഖകൾ, ഞാൻ ഇന്ന രേഖകൾ ഞാൻ ഫാറൂഖ് കോളേജിന് കൈമാറുന്നു, ആ ഒരു വാക്കുകളും അതിലില്ല. അതായത് ഒരു ഡോക്യുമെൻറ്റ്സ് നമ്മൾ എഴുതുമ്പോൾ അതിൽ വേറെ ഒരു കാര്യം തന്നെ ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ ആയിരിക്കണം ഒരു വഖഫ് ആധാരം എഴുതുമ്പോൾ. ഇതൊരു അള്ളാഹുവിലേക്കുള്ള ഒരു കൊടുക്കണയാണ് ഒരു ഭൂമി. അപ്പോൾ അത് എഴുതുമ്പോൾ അയാൾ ചെയ്തത് ഒന്നാമത്തെ തെറ്റെന്ന് പറയുകയാണെങ്കിൽ ശരീഅത്ത് പ്രകാരം 1/3 ഭാഗം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ തെറ്റെന്ന് പറയുകയാണെങ്കിൽ ഇയാൾ ചെയ്തത് ഇതിൻ്റെ എല്ലാ ഇൻഡെക്സ് ഇന്ന് ആധാരപ്രകാരമൊന്നും ഇയാൾ കാണിക്കാതെയാണ് ഇയാൾ വഖഫ് ആധാരം ചെയ്തത്. പിന്നെ ചെയ്തത്, എനിക്ക് ക്രയവിക്രയങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു. അതും പറയാൻ പാടില്ലാത്ത വാക്കുകളായിരുന്നു. പറയുന്നത് ഒന്ന്, ഇദ്ദേഹത്തിന് ഈ ഭൂമിയിൽ യാതൊരു അധികാരവും ഇല്ലായിരുന്നു. നിയമപ്രകാരം കൈമാറാനുള്ള അധികാരം ഇയാൾക്ക് കൈമാറാനുള്ള അധികാരവും ഇല്ല, ഇത് വഖഫ് ചെയ്യാനുള്ള അധികാരവും ഇല്ല. പക്ഷെ ഇത് ഗിഫ്റ്റും അല്ല. ഈ ഭൂമി ശരിക്കും സർക്കാരിലേക്ക് പോവേണ്ട ഭൂമിയാണ്. ഇപ്പം മഹാരാജാവിൻ്റെ ഭരണം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിലേക്കാണ് ഇത് പോവേണ്ടത്, അവരുടെ ഭരണത്തിലേക്കാണ് പോവേണ്ടത്. ഇത് അവരുടെ ഭരണം അല്ലാത്തത് കാരണം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സർക്കാരിലേക്ക് പോകണം. അല്ലാണ്ട് ഇത് വഖഫ് ബോർഡിലോ സിദ്ദീഖ് സേട്ടിൻ്റെ കുടുംബത്തിലേക്കോ ഫാറൂഖ് കോളേജിനോ പോകാൻ പാടില്ല. ഇത് ഫാറൂഖ് കോളേജ് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ബുദ്ധി കളിച്ചു.